നാളത്തെ കോമ്പറ്റീഷൻ ഞാൻ കാണാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. വിന്നറായി വരുമല്ലോ, നമുക്കറിയാം. എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ തന്നെ രോമാഞ്ചിഫിക്കേഷൻ ആയിപ്പോയി. ആലോചിച്ച് നോക്കി, പോയി അവിടെ നിന്ന് നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്ന് കാണിക്കുക എന്നുള്ളതാണ് മെയിൻ സാധനം. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് ഷോ ഡേ വ്ലോഗ് ബ്രോ. ഐ എം സോ എക്സൈറ്റഡ്. Yeah. Number 318, go cool. സമ്മതരോ, എനിക്കിവിടെ എല്ലാം ഉണ്ട്. സഞ്ചരിക്കുന്ന കാറ്, 4 ക്യാമറമാൻ. ഇനി മെഡലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥം. മെഡലല്ല, ഹാമറാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് ബർഗറിന്റെ ഒരു സിംഗിൾ പാറ്റി? വിഷ്ണുവിന് നമ്മൾ സിംഗിൾ പാറ്റി ബർഗർ മാത്രമേ കൊടുക്കുള്ളൂ. കഴിക്കുക, പോയി കിടന്ന് ഉറങ്ങുക. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ടുഡേസ് എക്സ്പീരിയൻസ്? ഇന്ന് അവിടെ കണ്ടത് വെച്ചിട്ട് എന്താണ് നമ്മുടെ മനസ്സിൽ? ലൈക്ക് ആദ്യമായിട്ടല്ലേ കാണുന്നത്? എന്താണ് എനിക്കത് കണ്ടിട്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ വലിയൊരു സ്റ്റേജ് ഇതായി. നമ്മൾ എറണാകുളത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് പറയുകയും ചെയ്തത് വല്ലാത്തൊരു ഫീലിംഗ് ആണിത്. അപ്പം നമ്മൾ ആ പിള്ളേരുടെയൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. പിന്നെ ഇപ്പം നാളെ ഗൂഗിളിലെയും കൂടി അതുകൂടി കാണുന്ന എല്ലാം കാണാനുള്ളൊരിത് ഭയങ്കര ഒരു ഇതായിരുന്നത്. എന്നാലും എല്ലായിടത്തേക്കാളും നല്ലൊരു അവിടെ ഇരുന്ന നല്ല ഇത് കാണാനായിട്ടുള്ളൊരു നല്ലൊരു ഇതായിരുന്നു, വൈബ് എന്നൊക്കെ പറയാം. For the fellow contestants out there, Vishnu, Vijas, everyone, like she used to serve them food at my space like for weeks. Even Edwin, everyone was there, like, so their medal is also her medal. Yeah, mommy gains. Like, I'm not the single child, that everyone is child for her. Like, yeah, that's that. Yeah, mother gains. That's it. Then നാളത്തെ കോമ്പറ്റീഷൻ. Are you excited about my competition? നാളത്തെ കോമ്പറ്റീഷൻ ഞാൻ കാണാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. വിന്നറായി വരുമല്ലോ, നമുക്കറിയാം. അപ്പോൾ അത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും. നമുക്ക് വേറൊരു ഇതില്ല, വിന്നറായി വരുമെന്നുള്ള ഇത് തന്നെയാണ് എനിക്ക്. She is manifesting me as a winner. Like, yeah, hopefully I will perform my best. That's what we are planning. And hopefully things will come better and everything will be set. And that's it. I'm excited. She's also excited. My friends are excited. This is my first national stage and yeah, everything is on point. Let's go set the stage on fire, bro. So we are gonna shave, like the shaving game is on. നമുക്ക് മൊത്തം ഷേവ് ചെയ്ത് ഇറക്കാനുണ്ട്. ഞാൻ ഓൾറെഡി ഷേവ് ചെയ്തതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഫൈനൽ ടച്ച് എന്ന രീതിയിൽ ഹാവ് ടു ഷേവ് ഇറ്റ് അഗെയിൻ. ഫുൾ റേസർ ഷാർപ്പ് ക്ലീൻ ആയിരിക്കണം. സോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. How does it taste? It's having sugar after long time. സോ അപ്പോൾ നമ്മൾ നമ്മുടെ പോസ്റ്റ് പ്രെപ്പ് ചീറ്റ് മീൽ എടുക്കാൻ പോവാണ്. ഇറ്റ്സ് എ പുൾഡ് ബീഫ് ബർഗർ ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ചീറ്റ് മീല്. നമ്മളതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഗൈസ്. സോ എക്സൈറ്റഡ് ഫോർ ദിസ്. ലൈക്ക് എല്ലാ പ്രെപ്പിലും നമുക്ക് കിട്ടുന്നൊരു പ്രോട്ടോക്കോളാണ്. തലേ ദിവസത്തെ രാത്രിയിലത്തെ മീല് ഇറ്റ്സ് എ ഹെവി ചീറ്റ്. ഇറ്റ്സ് എ ബർഗർ ഓർ പിസ്സ, എങ്ങനെയെങ്കിലും. അപ്പം എനിക്ക് ബർഗറാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ ബർഗർ ഞാൻ ഓൾറെഡി ചൂടാക്കി ചിക്കൻ ബർഗർ വെച്ചിട്ടുണ്ട്. സോ അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മളിത് ഇന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. Finally,
സോ ടേസ്റ്റി. കുറച്ച് ചൂടുണ്ട്, ചൂടാറിയിട്ട് കഴിക്കാം. ഇത് തിന്നാൻ പറ്റുമോ? വേണ്ട. സോസ് വേണ്ട? സോസ് കഴിക്കുന്നുണ്ട്. നല്ല ഫ്രഞ്ച് ഫ്രൈസ്. നമുക്കതറിയും. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ടുഡേയ്സ് അവർ ഷോ ഡേ. നമ്മളിപ്പോൾ എഴുന്നേറ്റു. നമുക്കിനി ബ്രഷ് ചെയ്യണം, രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. സോ അപ്പോൾ ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ടു ദ ബാത്റൂം. നമുക്ക് ബ്രഷിങ് ആൻഡ് ഇതുക്ക് ലെറ്റ്സ് ഗോ. ഫീൽ സോ ഹാപ്പി. നമുക്ക് all set. Let's go. ശ്രേയസ് ആണ് എൻ്റെ വീഡിയോഗ്രാഫർ. വെറും ശ്രേയസ് അല്ല, ഇന്ന് തൊട്ട് നീ നീലക്കുയിൽ ശ്രേയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മീലിൽ ഓടിയാം. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ നടക്കാൻ പോയിട്ട് ഇവിടെ മുതൽ ഫോട്ടോ എടുത്തോണ്ട് പോയി. ഹായ്. തിരിച്ചെത്തിപ്പോയ എന്ത് ചെയ്യും ഞാൻ? ഇന്നലെ ഈ അടുക്കള ഞാൻ എങ്ങനെയാക്കിയിട്ടതാ? ഗൈസ്, നമ്മുടെ ഇതൊന്നാമത്തെ കാര്യം സോഷ്യൽ കിച്ചൺ ആണ്. നമ്മുടെ ഈ എല്ലാവരും മാറിയും തിരിഞ്ഞും ചാടിയും ഓടിയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ മൊത്തം ക്ലീനും, മൊത്തം ഒന്നും ക്ലീനല്ല, വെള്ളം പോലും സിങ്കിൽ പോകുന്നില്ല. അപ്പൊ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മൾ മുകളിലെ ബാത്റൂം ആണെങ്കിലും നമ്മളെല്ലാവരും പല പല ബാത്റൂമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പല പല സാധനങ്ങൾ ബാത്റൂമിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ബാത്റൂമും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. എവിടെയൊക്കെ എന്തൊക്കെയാണ് തൂങ്ങി കിടക്കേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ ഹരി പൊട്ടിച്ചത് ബാക്കി ആ പാത്രത്തിൽ വെച്ച്. ഇത് ആരും എടുത്ത് മറ്റേ ഇട്ട് നോക്കാതിട്ട് വെള്ളം ഒഴിക്കരുത്. വേ പ്രോട്ടീൻ്റെ പാത്രത്തിൽ അരി ഇട്ട് വെച്ചേക്കണേ. സോ അപ്പോൾ നമുക്ക് 4 റൈസ് കേക്കാണ് ഫസ്റ്റ് മീലായിട്ട് ലോഡ് ചെയ്യണ്ടേ. നോ പ്രോട്ടീൻ സോഴ്സ്. അപ്പോൾ ലെറ്റ്സ് ടേക്ക് ദിസ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ റൈസ് കേക്ക് മാത്രം രാവിലെ കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ടേസ്റ്റും ഇല്ലല്ലോ. പിന്നെ ഇന്ന് ഷോടെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാലോചിച്ച് നമ്മൾ കപ്പടിക്കണം എന്നുള്ള ഒരു ഒറ്റ വാശിയിൽ അങ്ങോട്ട് കഴിക്കാം. ഇന്നലത്തെ ഷോ അടിപൊളിയായിരുന്നു. കാരണം ഇവന്മാർക്ക് എല്ലാവർക്കും, നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും മെഡലുണ്ട്. എല്ലാവർക്കും മൾട്ടിപ്പിൾ മെഡൽസ്. അതാണ് നമ്മൾ ഹാപ്പിയായ. മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ടോപ്പ് 5 പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ആരും ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ മെഡലല്ല കിട്ടിയേക്കണേ. എല്ലാവർക്കും ടോപ്പ് 5 പ്ലേസ്മെൻറ്റ് 1, 2, 3 എല്ലാവർക്കും നല്ല നല്ല പൊസിഷൻ ആൻഡ് എല്ലാവരുടെയും അടിപൊളി കണ്ടീഷൻ, അടിപൊളി പെർഫോമൻസ് എല്ലാം. കാരണം അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ചാടി കയറി സ്റ്റേജിൽ കയറി പോസ് ചെയ്യാനാണ് തോന്നിയത്. കാരണം അത്രയ്ക്ക് അടിപൊളി സ്റ്റേജാണ്. നമ്മൾ കാണിച്ചു തരാം. സൂപ്പർ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഭയങ്കര രസമുള്ള സ്റ്റേജ്. അത് ആർക്കാണെങ്കിലും ഒന്ന് സ്റ്റേജിൽ കയറി നിൽക്കാൻ തോന്നും. ഇത് ബോഡി ബിൽഡിങ് ചെയ്യണമെന്നില്ല, വെറുതെ ആണെങ്കിലും ആ സ്റ്റേജിൽ കയറി ഒന്ന് നിൽക്കാനുള്ളൊരു നിനക്ക് തോന്നില്ല ശ്രേയസ് സ്റ്റേജിൽ കയറണമെന്ന്? അടുത്തവണ ശ്രേയസ് സ്റ്റേജിൽ കയറും. അപ്പം അതാണ് ആ ഒരു സാധനം കിട്ടും. നമ്മൾ ചെന്ന് കണ്ടു ചോദിക്കോ എനിക്കൊന്ന് കോമ്പീറ്റ് ചെയ്യണം, എനിക്കൊന്ന് അതിനകത്ത് കയറി നിൽക്കണം എന്നുള്ളത്, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷെ അതിനകത്ത് നിൽക്കുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഇന്ന് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യും. ഐ എം സോ ത്രിൽഡ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ് എ ടൈറ്റിൽ ഓർ എനിത്തിങ്, ജസ്റ്റ് ഷോയിങ് അപ്പ്. പോയി അവിടെ നിന്ന് നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്ന് കാണിക്കുക എന്നുള്ളതാണ് മെയിൻ സാധനം. എവറി സെറ്റ്, എവറി റെപ്പ്, എവറി സ്വെറ്റ്. നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഈ ഒരു സ്റ്റേജിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പാർട്ടീസ് മിസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോകാതിരുന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫുഡ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ
ആളുകളെ കട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ പരിപാടി മാത്രം പിടിച്ച് നമ്മൾ പോകുന്ന ഒരു എല്ലാ കോമ്പറ്റീഷനും അതുപോലെയാണ്. പക്ഷേ ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഐ വിൽ ഷോ മൈ ബെസ്റ്റ്, വിൽ ഷോ യു വാട്ട് ഐ ആം ഡൂയിങ്. എല്ലാം നമ്മൾ ഒപ്പിയെടുത്ത് കാണിച്ചു തരാം. ആൻഡ് ലെറ്റ് മീ ഫിനിഷ് ദിസ്. ആഫ്റ്റർ ദിസ് നമുക്ക് ഒരു മീലോടുണ്ട്, എന്നിട്ട് നമ്മൾ വെന്യൂലേക്ക് പോകത്തുള്ളൂ. മൈ ഫസ്റ്റ് ഷോ ഈസ് ഓൺ 12. അത് കഴിഞ്ഞിട്ട് വിഷ്ണു ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്, ഞങ്ങളാണ് ഇന്ന് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. നമ്മൾ സെറ്റാണ്. ഇഷ്ടംപോലെ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ലൈക്ക് മെൻസ് ഫിസിക്ക് തന്നെ ഐ തിങ്ക് ഒരു 250 പേരുണ്ട് എല്ലാ ക്ലാസ്സിൽ നിന്നും. ഫുൾ എന്ന് വെച്ചാൽ ഫുൾ മെൻസ് ഫിസിക് അത്ലറ്റ്സ്. എൻ്റെ ക്ലാസ് മാത്രമല്ല, എൻ്റെ കാറ്റഗറി മാത്രമല്ല, എല്ലാ കാറ്റഗറിയിലും കൂടെ ഒരു 250 അത്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഷോപ്പ് ചെയ്ത് ബെറ്റർ ആവുക എന്നുള്ളത് ആണ് നമ്മുടെ എയിം. സോ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഫോർ ദാറ്റ്. ആൻഡ് നോക്കില്ലേ നമ്മുടെ ബെസ്റ്റ് അവിടെ കാണിക്കും. ബെസ്റ്റ് സ്റ്റേജ് ആണ്. ഡു അവർ ബെസ്റ്റ് ഓൺ അവർ സ്റ്റേജ് ആൻഡ് ചാമ്പ്യൻസ് കാണിക്കണമാരൊക്കെ കടപ്പറയിലേക്ക് കയറി ചെല്ലടാ. ചുരുളഴിയുന്ന സത്യങ്ങൾ. ഇന്ന് രാത്രി ഇതുകൊണ്ട് പിടിച്ചാൽ കിടന്നുറങ്ങ. മറ്റേ മെസ്സിയുടെ അവിടെ പിന്നെ തകർക്കണം, എല്ലാത്തിനും വീഴിങ്ങണം നമുക്ക്. അതെ, ഷോ തുടങ്ങിയില്ലളിയാ. പക്ഷെ അടിയിട്ട് അവന് സ്റ്റേജിൽ കയറാം. നിക്കറും ടീഷർട്ട് ഇട്ട് ബ്ലോഗിൽ വരാൻ പറ്റത്തില്ല. നാണക്കാരൊക്കെ കാര്യം. ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. ഇത് ഒറ്റക്കിരുന്ന് കഴിക്കുന്ന മടിയോടാണ് ഞാൻ ഇത്രയും പേർ തോഴിയാണ് സംസാരിച്ചത്. അതപ്പോൾ അറിയാതെ ഇത് ഇറങ്ങിപ്പോക്കോളും. പിക്ചർ അബീബി ബാക്കി ഹെ മേരെ ദോസ്ത്. ബാക്കി പരിപാടി സ്റ്റേജിൽ കാണാം. ലെറ്റ്സ് സെറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ ബ്രോ. നീയാണ് എൻ്റെ ഫുൾ ടൈം ക്യാമറ. ഇതൊക്കെ ഇതിപ്പം ഓരോ വ്ളോഗ് കഴിയുമ്പോഴത്തേക്ക് വിഷ്ണു എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എന്നാലും എൻ്റെ വിഷ്ണു താഴത്ത് കമന്റ്, നീ മൈക്ക് ഉണക്കില്ലല്ലോ. വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കൂട്ടുകാരെ വിളിച്ചിട്ട് എന്നാലും നീ ഗൂഗിളിയുടെ മൈക്ക് ഉണക്കില്ലല്ലോടാ. അയ്യോ എടാ, അപ്പൊ എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? ഓക്കെ, നമ്മൾ പോകുന്നു. ഗോകുലിനെ ബോഡി ഒന്നും കാണിക്കാതെ പോകുന്നു, പിന്നെ ബോഡി കാണിക്കുന്നു, ആൾക്കാർ പേടിക്കുന്നു, കപ്പ് ടൈറ്റിൽ അടിക്കുന്നു, അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കാര്യങ്ങളൊക്കെ ഗെയിംസ് ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? ഗെയിംസ് എക്സ്പീരിയൻസ്ഡ് ആയ കാരണം ഗെയിംസ് കമോൺ. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, മറ്റേ ബോഡിയിൽ ചേഞ്ചസ് എടുത്താണ്, പിന്നെ പോസിങ് കാര്യങ്ങളൊക്കെ. നത്തിങ് എൽസ് ബ്രോ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? യെസ്, അതുപോലെ ഒന്ന് സ്റ്റേജിൽ പോവാ, ലാസ്റ്റ് ക്യാമറ ഒക്കെ വരും, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, എല്ലാം സെറ്റാ. നീ കുറച്ച് എണീക്കാൻ വയ്ക്കും, അതുകൊണ്ട് പിന്നെ കേട്ടിട്ടുണ്ടാവില്ല. നീ കേട്ടോ? കേട്ടിട്ട് വന്നായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. Let's go guys. Show day. Guys, വിഷ്ണുവിൻ്റെ അമ്മ മറ്റേ ഗണപതി ഹോമം എന്താണിത് വഴിപാട് കഴിച്ചയച്ചിട്ടുണ്ട്, എല്ലാം ശുഭമായി നടക്കാനായിട്ട്. സോഫദേ ലെറ്റ്സ് ഗോ ഗൈസ്. പിന്നല്ല ഉഷാറല്ലേ, പിന്നെ കത്തിച്ച് തകർക്കണം നമുക്ക്.
Well done, Gokul. Favorite men's fitness model pose. One more across. Open up a little bit, guys. Number 318, go cool. Moving on, ladies and gentlemen, who's your number? Number 29, come on! Which means your winner is number 318, Gokul. Thank you, Gokul. Well done and congratulations. Get you back on top of the podium. All right, preferred physique pose, gentlemen. Your favourite physique pose for Durran? In love. 128 over. 129 20. Our overall champion. In second place, taking home the which are club all together. 324 Conrad. 132 Vishwaji. സോ ഗൈസ് നമ്മുടെ മെൻസ് ഫിസിക്കിൻ്റെ നോവൈസ് ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ഗോൾഡ് അടിച്ചു. അപ്പം വി ആർ ഗോയിങ് സ്ട്രെയിറ്റ് ടു ഓപ്പൺ നമ്മൾ ചെയ്യുന്നില്ല. ഓപ്പണിൽ പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ എനർജി വേസ്റ്റ് ആവും. പിന്നെ നമുക്ക് ഓവറോൾസ് ചെയ്യാനായിട്ട് എനർജി കാണത്തില്ല. സോ അപ്പം നമ്മൾ ഡയറക്റ്റ് ഓവറോൾസ് ചെയ്യാൻ പോവാണ്. സോ അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് ഓവറോൾസിനെ കാണാം.
സോ ഗൈസ് ഫൈനലി നമ്മൾ നമ്മുടെ ഹൈദരാബാദ് ഷോ വൈൻഡപ്പ് ചെയ്തു, റാപ്പ് ചെയ്തു. നമ്മൾ നമ്മുടെ കാറ്റഗറിയിൽ ഗോൾഡ് വന്നു. പിന്നെ ഫൈനൽ ഓവറോളില് ടോപ്പ് 6 ഐ പ്ലേസ്ഡ് ടോപ്പ് 6. പക്ഷേ അൺലക്കിലി നമുക്ക് മെഡൽ വന്നില്ല. നെക്സ്റ്റ് ടൈം definitely we will go with hammer. So that's it guys. Thank you for supporting, thank you for watching. Let's go! Sign here. ഗൈസ് നമ്മൾ നമ്മുടെ ഷോ ഒക്കെ റാപ്പ് ചെയ്ത് വി ആർ ഗോയിങ് ബാക്ക് ഹോം ഹാപ്പിലി പ്ലേസ്ഡ് ടോപ്പ് 5 ഇൻ മെൻസ് ഓവറോൾ മെൻസ് ഫിസിക്. സോ ഹാപ്പി. ഫൈനലി ഓൾ ദ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. സോ ഹാപ്പി. I got my coach and mentor with me. Things can't be better than this because so much happiness. I can't explain what's going on in my brain. It's out of the box. നമ്മൾ ഇത്രയും നാൾ പ്രെപ്പ് ചെയ്തതും നമ്മൾ സ്റ്റോറീസായിട്ടും റീൽസായിട്ടും എല്ലാ രീതിയിലും ഔട്ട്പുട്ട് തന്നതിൽ നമുക്ക് കിട്ടിയ മാക്സിമം ഔട്ട്പുട്ട് റിസൾട്ട്. ഐ ആം സോ ഹാപ്പി വിത്ത് ദ ഔട്ട്പുട്ട്. അവർ ജഡ്ജസ് ആണെങ്കിൽ നമ്മളടുത്ത് കുറച്ചധികം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മളടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്കറിയായിരുന്നു എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ദർ വാസ് എ തിങ്, നമ്മൾ മെൻസ് ഫിസിക്കിൽ കുറച്ച് ബോഡി ബിൽഡിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കയറി വന്നുകൊണ്ട് കുറച്ച് അതിനെപ്പറ്റി എക്സ്പേർട്ടായിട്ട് ഇവർ പറഞ്ഞുതരും ഞാൻ പറയുന്നതിനെക്കാട്ടിലും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഐ ആം സോ ഹാപ്പി. എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ ടീം ഈസ് ഹാപ്പി. എല്ലാവരും നമുക്ക് ഐ തിങ്ക് 4 gold medals അല്ലേ? യാ, വി ഗോട്ട് 4 gold medals ആൻഡ് സം ബ്രോൺസ്, സിൽവേഴ്സ്, എവറിത്തിങ്. സോ അപ്പം ഞാൻ ഇവരുടെ ചോദിക്കാം, ലൈക്കട നിൻ്റെ എന്താണ് ഇന്നത്തെ എൻ്റെ ഒരു ഷോയിനെ പറ്റി പറയാനുള്ളത്, എൻ്റെ പെർഫോമൻസിനെ പറ്റി? കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫോമിലെത്താൻ പറ്റി. കണ്ടീഷനിങ് എല്ലാം ഓക്കെ ആയിരുന്നു, പെർഫോമൻസ് എല്ലാം ഓക്കെ ആയിരുന്നു. സാറ്റിസ്ഫൈഡ് ആണ് കംപ്ലീറ്റ്ലി. പിന്നെ ഇവൻ്റെ ഫസ്റ്റ് നാഷണൽ ഒരു സ്റ്റേജാണ്, അതിൽ ഇവൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്തു. കാറ്റഗറിയിൽ ഗോൾഡ് വിൻ ചെയ്തു. ആൻഡ് ഓവറോൾ വന്നപ്പോൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് അത്ലറ്റ്സുമായിട്ടാണ് ഇവൻ കോമ്പീറ്റ് ചെയ്തത്. സോ അതിൽ പിന്നെ 5th കിട്ടിയതിൽ ഹാപ്പി, വെരി ഹാപ്പി. ടോപ്പ് 5, 5th അല്ല, ലൈക്ക് ഐ കൺസിഡർ മൈസെൽഫ് ആസ് 3rd, 4th. Yeah, that's it. Yeah. So happy. Mentor, what to say? ഇത്ര നാളത്തെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടി. റിസൾട്ടിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ബാക്കിയുള്ള കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐസിയനിൽ മെൻ ഫിസിക്കിൻ്റെ പോസിൻ്റെ കൂടെ ബോഡി ബിൽഡിംഗ് പോസസ് വരുന്നുണ്ട്. ബോഡി ബിൽഡിങ്ങിൻ്റെ പോസ് കൂടുതൽ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആ ഒരു സൈഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. അത് റീസെൻ്റായിട്ടാണ് ആ കുറച്ച് പോസസ്, ബോഡി ബിൽഡിംഗ് പോസസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു ചാമ്പ്യൻഷിപ്പിന് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഏരിയ അതാണ്. ജഡ്ജസും നല്ല അഭിപ്രായം പറഞ്ഞു. അവരും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം കൊണ്ടും നല്ല പാക്കേജ് ആയിരുന്നു. ഇതുവരെ ഗൂഗിൾ ചെയ്തതിൽ ബെസ്റ്റ് പാക്കേജ് ആയിരുന്നു. അത് പുറകെ വീഡിയോ കാര്യങ്ങളെല്ലാം വരുമ്പോൾ എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് ഗൈസ്. തിങ്സ് ആർ ഹിറ്റിംഗ്. എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ തന്നെ രോമാഞ്ചിഫിക്കേഷൻ ആയിപ്പോയി. ആലോചിച്ച് നോക്കിയേ, ഗൂസ് ബംസും ഷേവ് ചെയ്തുകൊണ്ട് വന്നില്ല, പക്ഷെ അകത്ത് വന്നു. മനസ്സിൽ ഗൂസ് ബംസ് വന്നു ഫോട്ടോസ് കണ്ടിട്ട്. ലൈക്ക് ഞാൻ തന്നെ നമ്മൾ ഈ പ്രോട്ടാൻ ചെയ്ത് കോമ്പറ്റീഷൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രോട്ടാൻ കോമ്പറ്റീഷൻ ചെയ്ത് അത്രയും നല്ലൊരു സ്റ്റേജിൽ അത്രയും നല്ല ലൈറ്റിങ്ങിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മാക്സിമം മസിൽ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ മറ്റേ അന്തം വിട്ട് പോയി സഹദേവ. എന്നോട് തന്നെ ഒരു ബഹുമാനം. 5 മിനിറ്റ് ഞാൻ മറ്റേ നിക്കർ അഴിച്ചു വെച്ച് ഇങ്ങനെ നിന്ന് താങ്ക്സ് ഗൂഗിൾ. ആ മൂടായിരുന്നു. ആരേട്ടോ ഉണ്ണിക്കണ്ണൻ മക്കളുടെ പറഞ്ഞ പോലെ പോയി. സോ എല്ലാം വിൽ കമ്മിങ് സൂൺ. I am so excited for this show day vlog, bro. I am so excited. Yeah, let's see എന്താ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുക ഈ വ്ളോഗ്സ്. That's it. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പാർട്ടി മോഡ് ഓൺ. ഇന്ന് എല്ലാവരും ആടണം പാടണം. That's it. Let's go.